ഹലോ. അപ്പം ഇന്ന് വൈകുന്നേരത്തെ ഈവനിങ്ങിലെ ഒരു പലഹാരമാണ് ഇട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മൈദയാണിത്. ഈ മൈദയിൽ നമ്മൾ ചേർത്തേക്കുന്നത് സവോള കൊത്തിയരിഞ്ഞത്, വലിയ ഉള്ളി കൊത്തിയരിഞ്ഞതും, അതുപോലെ പച്ചമുളക് കൊത്തിയരിഞ്ഞത്, കറിവേപ്പില കൊത്തിയരിഞ്ഞത്, അല്പം പഞ്ചസാര, അതുപോലെ ഉപ്പ്. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. നല്ല മധുരം വേണ്ട, എന്നാൽ ചെറിയൊരു മധുരപ്പോട് കൂടിയൊരു ദോശ പരുവത്തിൽ കേട്ടോ. അതേപോലെ തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ഇങ്ങനൊരു മാവ് കുഴച്ചെടുക്കുക കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ദോശക്കല്ലിലൊക്കെ ഇട്ട് പരത്തിയെടുക്കാവുന്ന ഒരു പാകം. അപ്പോൾ ഇന്നത്തെ പലഹാരം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ബീഫ് കറിയും ദോശയും കൂടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ മാഷേ. ശരിക്കും പറഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ ഒരാൾക്ക് എരിവ് പറ്റാത്ത ഒരാളുണ്ട് ഇവിടെ, ഈ കാണുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എടുത്താണ്ടോ. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ കുറുക്കി നല്ലൊരു തിക്ക് ഗ്രേവിയിലൊക്കെ വരും. അതിന് വറുത്തരച്ച ബീഫ് കറിയും ദോശയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണേ. ചുമ്മാ ഒന്നും ഇടാണ്ട് കുറച്ച് തേങ്ങ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ചക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് ഈ ബീഫ് ഇട്ടിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ. നൈറ്റ് ഫുഡാണ് കേട്ടോ അത്. ഒരു ശരി. അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ പറയണമെന്ന് അറിയാം. കപ്പ, ചക്ക, അതിൻ്റെ കൂട്ടത്തിൽ ബീഫ്, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. നല്ല ചൂടുണ്ടാവും. തൊണ്ടയിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയി വേഗം ഫുഡ് കഴിക്കട്ടോ. ടാറ്റാ ടാറ്റാ ടാറ്റാ.